ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പാവയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പാവയ്ക്ക വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇല്ലേ? പാവയ്ക്ക തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടി, പാവയ്ക്ക അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്, പാവയ്ക്ക പച്ചടി, അതുപോലെ പാവയ്ക്ക കൊണ്ടാട്ടം. അങ്ങനെ പാവയ്ക്ക വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പാവയ്ക്കയും കൊച്ചുള്ളിയും വെച്ച് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത്. ഒട്ടും കയ്പില്ല, നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ രണ്ട് ഐറ്റംസ് വെച്ച് നമുക്ക് ഒരു അടിപൊളി കറി തയ്യാറാക്കാം. ആ കറി ഉണ്ടെങ്കിൽ ചോറ് തീരുന്നതേ അറിയത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് പാവയ്ക്കയും കൊച്ചുള്ളിയും. പാവയ്ക്ക നമുക്ക് വട്ടത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം, അതുപോലെ തന്നെ കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്കായും കൊച്ചുള്ളിയും എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്കാണ്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അരിയുള്ള ഭാഗം മാത്രം അരി മാറ്റിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് രുചികരമായിട്ടുള്ള കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി. നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുവെല്ലാം പൊട്ടുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്ക നല്ലപോലെ വാടി വെന്ത് വരണം. ഈ എണ്ണ കിടന്ന് പാവയ്ക്ക നല്ലപോലെ ഒന്ന് വാടട്ടെ. ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കരി എഴുതുന്നേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് വാടി വെന്ത് വരട്ടെ. നമ്മുടെ പാവയ്ക്ക ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ലപോലെ വാടിയില്ല, എന്നാലും വെന്ത് കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്കയുടെ കൂടെ തന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇടന്ന് വാടട്ടെ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് നേരം കൂടെ വാടിയിട്ട് ഉപ്പിടാം കേട്ടോ. നല്ലപോലെ കൊച്ചുള്ളി പാവയ്ക്കയുടെ വാടി വരട്ടെ. നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളകും മൂന്നും കൂടെ കിടന്ന് നല്ലപോലെ വാടി വരട്ടെ. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി നേരം അടച്ചു വെക്കാം. ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ 3 വലുതാണെങ്കിൽ 2. തക്കാളിയുടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി, പച്ചമുളകും പാവയ്ക്കായും ഉള്ളി എല്ലാം കൂടെ ഒന്ന് വാഴട്ടെ. നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ചെറിയ സ്പൂൺ 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉപ്പൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ചിക്കൻ കൊടുക്കണം. നല്ലപോലെ വാടട്ടെ. പാവയ്ക്കായും തക്കാളിയും പച്ചമുളകും ഉള്ളിയെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉള്ളി ഇടുന്നതിന്റെ കൂടെ ഇടണമായിരിക്കും കേട്ടോ. പേസ്റ്റ് ആകുമ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതി. പേസ്റ്റും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഉള്ളിയെല്ലാം വഴയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. പൊടി കരിഞ്ഞു പോകരുത്. പൊടിയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പുളിനീരാണ്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ നീരെടുത്ത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു. നല്ലപോലെ തിളച്ചിട്ട് വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ പാവയ്ക്കാക്കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടിക്ക് പിടിക്കരുത്. ഇനി നമുക്ക് ഈ പാവയ്ക്കയുടെ കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ മതി. ഇന്ന് വെള്ളപ്പാവയ്ക്കായ്ക്ക് വലിയ കയ്പില്ല. ചെറിയ കയ്പും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. എന്നാൽ ഓവർ മധുരം ആവരുത്. പാവയ്ക്ക ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത്രയും കൂടെ ലോ ഫ്ലെയിമിൽ കിടന്ന് റെഡി ആവാനുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം. ഫ്ലെയിം കുറച്ചിട്ടാൽ മതിയേ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഫുൾ അടയ്ക്കണ്ട. ഉപ്പ് വേണോ നോക്കാം. കറിയെല്ലാം കറക്റ്റായി വരുന്നു. ശകലം ഉപ്പിട്ട നല്ലതായിരിക്കും. കയ്പൊന്നും ഇല്ല കേട്ടോ. പാവയ്ക്ക അറിയിച്ച കയ്പ് ഉണ്ടാവുമെന്ന് ചിലർ പറയും. പക്ഷെ വലിയ കയ്പൊന്നും ഇല്ല. ചെറിയൊരു കയ്പും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. 1/4 സ്പൂണ് താഴെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കറിക്കൊരു ചെറിയ മണം വരാൻ വേണ്ടിയാണ്. ഈ തീയലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ ലാസ്റ്റ് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് നല്ല മണമാണ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. 1-2 സ്പൂൺ പച്ചവെളിച്ചെണ്ണ. നമ്മൾ കടു താളിക്കുന്നതിന് പകരമാണ്. ആദ്യം നമ്മൾ കടു ഒപ്പിച്ച് വെച്ചുകൊണ്ട് താളിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം. ആദ്യത്തെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ.
നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള തീയലാണ് കേട്ടോ. ഒട്ടും കയ്പൊന്നുമില്ലാതെ ചെറിയ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ്. പാവയ്ക്ക കഴിക്കും എന്ന് വിചാരിച്ച് കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ. പക്ഷേ ഒരു വട്ടം നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചാൽ എത്ര കഴിക്കാത്തവരും കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ പാവയ്ക്ക തീയലും പപ്പടവും ഉണ്ടെങ്കിൽ അന്ന് തൂണ് കുശാലായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാവയ്ക്ക എല്ലായിടും സുലഭമായി കിട്ടുന്നതാണ്. ഒരു വട്ടമെങ്കിലും തയ്യാറാക്കി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും തയ്യാറാക്കുമല്ലോ അല്ലേ? എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. യൂസ്ഫുള്ളായ വീഡിയോ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറുതായാലും വലുതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്